ഉള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. അവിടുന്ന് കൂടുതൽ മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടുവിടുന്ന കാഴ്ച കാണുന്നത് പ്രേക്ഷകർ കാണുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം കഴിയുന്നതും വേഗം പൂർത്തിയാക്കാൻ ഇന്ന് രാത്രിയും ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മഴയുണ്ടെങ്കിൽ കൂടിയും എത്ര വേഗം ആ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നു എത്ര വേഗം പൂർത്തിയാകുന്നു അത്രയും വേഗത്തിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടും. കാര്യം അവിടെ നേരത്തെ ഫയർഫോഴ്സിൻ്റെ ആ ദൗത്യസംഘ തലവൻ പറയുന്നത് പോലെ എത്രയധികം ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നോ അത്രയധികം വേഗത്തിൽ ഈ മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകും. അതുകൊണ്ട് ബെയിലിപ്പാലം നിർമ്മാണം ഇന്ന് രാത്രിയോടുകൂടി പൂർത്തിയാകുമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ അത് കുറച്ച് സങ്കീർണമാണ്. നമുക്ക് നേരത്തെ ഓർമ്മയുണ്ട്, 2017 നമ്മുടെ ഓർമ്മ, അടൂർ ഏനാത്ത് ഇത്തരമൊരു പാലം നിർമ്മിച്ച് ദീർഘകാലം ആ പാലം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇത് താൽക്കാലിക പാലമെന്ന് പറയുമ്പോൾ പോലും കുറച്ച് ബലവത്തായ ഏതാണ്ടൊരു പെർമനൻ്റ് പാലത്തിൻ്റെ സ്വഭാവത്തിൽ നിൽക്കുന്ന അതിൻ്റെ നിർമ്മാണത്തിന് അത് ഏതാണ്ട് റെഡിമെയ്ഡ് ഗർഡറുകൾ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യലാണെങ്കിൽ കൂടിയും അതിന് സമയമെടുക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വലിയ മഴയിൽ അവിടെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യന്ത്രസാമഗ്രികൾ കൊണ്ടുവരുന്നതിനൊക്കെ അല്പം കാലതാമസമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വൈകുന്നത്. എന്തായാലും അത് വന്നതിന് ശേഷം കൃത്യമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. എത്രയും പെട്ടെന്ന് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവട്ടെ. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ മുണ്ടക്കൈ മേഖലയിലേക്ക് അല്ലെങ്കിൽ മുണ്ടക്കൈ അട്ടമല മേഖലയിലേക്കുള്ള കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് വിടാനും എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് വിടാനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാനോ എടുക്കാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സിപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അങ്ങേയറ്റം റിസ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമുക്കറിയാം. നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാകും അതൊരു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഈ പാലം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള സമ്പൂർണ്ണ പരിഹാരമാകും. ഈ പാലം മാത്രമല്ല, ഇതുപോലെ മറ്റു പാലങ്ങൾ കൂടി 3 പാലങ്ങൾ എന്നാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞത്. എന്തായാലും അടിയന്തരമായി ഈ പാലത്തിൻ്റെ പ്രവർത്തനം പൂർത്തിയാകണം. മേപ്പാടി CHCയിൽ മനേഷ് മൂർത്തി തുടരുന്നുണ്ട്. മനേഷ്, CHCയിലേക്ക് ഇന്ന് നമ്മൾ കണ്ടത് ഇടവേളകളില്ലാതെ ഏതാണ്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ ഇടവേള അങ്ങോട്ടേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്നതായിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രി മൃതദേഹങ്ങൾ എത്തുമ്പോൾ അവിടെ ഒരു സ്കൂളിൽ കുറേയധികം ആളുകൾ വേണ്ടപ്പെട്ടവരെ, ഉറ്റവരെ, പ്രിയപ്പെട്ടവരെ കണ്ട് തിരിച്ചറിയാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയുണ്ടായി. മേപ്പാടി എന്ന് പറയുന്നത് ഈ ദുരന്തത്തിൻ്റെ ഒരു സങ്കട പോയിൻ്റായി മാറി. മനേഷ്, മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തീർച്ചയായും അത്തരത്തിൽ ഒരു ദുഃഖബിന്ദുവായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ കഴിയുക, ഹാഷ്മി. കാരണം 117 മരണമാണ് ഇവിടെ, അതായത് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന 117 മരണമാണ് ഇതുവരെ. 6/5 വരെയുള്ള കണക്കുകളാണ് ഞാൻ പറയുന്നത്. ഇതുവരെ അതിൽ 92 പേരെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഇനിയുമുണ്ട് ഈ ആശുപത്രിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതുവരെ നിലമ്പൂരിൽ നമുക്കറിയാം, നിലമ്പൂരിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് 91 കണക്കുകൾ. ആ 91-ൽ 20 മൃതദേഹങ്ങൾ എന്തായാലും. എനിക്ക് തോന്നുന്നു അവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. മനീഷിലേക്ക് തിരികെ ഇപ്പോൾ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നിലമ്പൂർ ആശുപത്രിയിലെ കണക്ക് ഇങ്ങനെയാണ്. ആകെ 109 മൃതദേഹമാണ്. 53 പൂർണ്ണ മൃതദേഹം, 56 ശരീരഭാഗങ്ങൾ. ഇന്ന് മാത്രം 21 മൃതദേഹങ്ങൾ അവിടുന്ന് കണ്ടെടുത്തു, അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 26 ശരീരഭാഗങ്ങളും അവിടത്തേക്ക് എത്തി എന്നുള്ളതാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കണക്ക്. അവിടെ നിന്നും മൃതദേഹങ്ങൾ ഈ മേപ്പാടി CHCയിലേക്ക് എത്തിക്കുമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചതാണ്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആരും നിലമ്പൂരിലേക്ക് എത്തേണ്ടതില്ല എന്നും നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ ചുരൽമല പ്രദേശത്ത് ഇപ്പോൾ ഈ ആംബുലൻസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അവിടെ ആവശ്യത്തിലധികം ഒരുപാട് വാഹനങ്ങളുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ പോലും ബാധിക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. 25 ആംബുലൻസുകൾ മാത്രമേ ആ ദുരന്ത സ്ഥലത്ത് ആവശ്യമുള്ളൂ. ബാക്കി 25 ആംബുലൻസുകൾ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങൾ അമിതമായി ആ ഭാഗത്തേക്ക് എത്തുന്നത് ഈ ദൗത്യസംഘത്തിന് ഒരു വിലങ്ങുതടിയാവുന്നുണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾക്ക്. അതുകൊണ്ടാവണം ഈ രീതിയിലുള്ളൊരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം തന്നെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ജില്ലാ കളക്ടർ DR മേഘശ്രീ നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, ആശുപത്രികളിൽ, മോർച്ചറികളിൽ, അവിടെയുള്ള മേഖലകളിൽ നേരത്തെ ജനമുണ്ടായിരുന്ന ജനവാസ മേഖലകളിലൊക്കെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന 2ാം ദിവസമാണ്. കേരളത്തിന് ഇത്രത്തോളം ആഘാതത്തിൽ ഒരു ദുരന്തം നമുക്ക് നേരത്തെ പരിചയമില്ല. പുത്തുമല ദുരന്തമുണ്ടായത് ഈ ഓഗസ്റ്റ് 5 അതിൻ്റെ ഓർമ്മദിനം. ഇനി കവളപ്പാറയാവട്ടെ, അതിനുശേഷം ഉണ്ടായ പെട്ടിമുടി ആവട്ടെ, അതിൻ്റെയൊക്കെ ഓർമ്മദിനങ്ങൾ വരികയാണ്. ഓർമ്മദിനങ്ങൾ വരുമ്പോഴേക്കും അതിനേക്കാൾ വലിയൊരു ദുരന്തത്തിൽ നമ്മൾ പകച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇവിടെ
ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. വിലങ്ങോട് ചെറിയ ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടായെന്ന് പറയുന്നു. അവിടെ വലിയ മലവെള്ളപ്പാച്ചിലുണ്ട്. അവിടെയും ചെറിയൊരു ആശങ്കയുടെ അന്തരീക്ഷമുണ്ടോ എന്ന് സംശയം. വിലങ്ങോട്ടെ കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. അത് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ വയനാട് കാണുന്ന ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് അധികം തീവ്രതയില്ല എന്ന് തോന്നിയാലും ഇതും ഒരു വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ് വിലങ്ങാട് മേഖലയിൽ. അതും ഏതെങ്കിലും തരത്തിൽ ആളപായമൊന്നും ഭാഗ്യത്തിന് ഇതുവരെ ഉണ്ടാവുന്നില്ല. അതിൻ്റെ വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നു. മിഥില, ഈ ഉരുൾപൊട്ടലിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ റെസ്ക്യൂ ഇവിടെ ആവശ്യമായി വരുന്നുണ്ടോ മിഥില? അഷ്മി, ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസവും ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഈ സ്ഥിതി വിലയിരുത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം ഇവിടെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഉണ്ടായിരുന്ന ആ സമയത്ത് തന്നെയാണ് വീണ്ടും ഈ മഞ്ഞച്ചീളിയിൽ ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലുണ്ടായത്. ഉടൻ തന്നെ റെസ്ക്യൂ ടീം ജില്ലാ കളക്ടറെ അവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. വലിയ രീതിയിലാണ് മഴ ഇത്തരത്തിൽ വെള്ളം ഇരിച്ചെത്തിയത്. കഴിഞ്ഞ ദിവസം വിലങ്ങാടുണ്ടായ ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞച്ചേരി സ്വദേശിയായ ഒരു റിട്ടയർഡ് അധ്യാപകനെയാണ് കാണാതായത്. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. 20ഓളം വീടുകൾ ഈ ഭാഗങ്ങളിൽ തകർന്നിട്ടുണ്ടായിരുന്നു. വയനാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര തീവ്രത ഇല്ലെങ്കിൽ പോലും ഒരു നാടൊന്നാകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് വിലങ്ങാടിൽ ഇന്നലെ മുതൽ ഉള്ളത്. രക്ഷാപ്രവർത്തകരും ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്ത് സ്ഥിതിവിവരങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ശക്തമായ മഴ, പ്രത്യേകിച്ച് കോഴിക്കോട് മലയോര മേഖലകളിലാണ് കനത്ത മഴ ഇപ്പോഴും തുടരുന്നത്. ഇപ്പോഴും ഈ പറയപ്പെടുന്ന നാദാപുരം വിലങ്ങാട് മഴയുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ഥിതി വിലയിരുത്താൻ കലക്ടർ എത്തിയ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലുണ്ടായത്. എന്തോ ഭാഗ്യം, അദ്ദേഹത്തെ അവിടെ നിന്നും രക്ഷാപ്രവർത്തകരും മറ്റ് സന്നദ്ധ സംഘടനകളും നാട്ടുകാരും എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. അഷ്മി, വിലങ്ങോട് ഉരുൾപൊട്ടൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതും ചെറുതല്ലാത്ത ഉരുൾപൊട്ടലാണ്. മാത്രമല്ല മേഖലയിൽ മറ്റൊന്ന് മരണസംഖ്യ 254 എന്ന് പറയുന്നു. 250 കടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത അത് വളരെ വലുത് എന്ന് വിളിച്ചു പറയുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഈ മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ മാറുന്നു. 254 അവിടുത്തെ മരണസംഖ്യ. ഓരോ മിനിറ്റിലും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പലയിടങ്ങളിലായി ഈ ചാലിയാർ പുഴയിൽ നടക്കം മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നു. ഒപ്പം ഈ മുണ്ടക്കയിൽ ഇന്ന് പോയ തിരച്ചിൽ നടത്തിയ ആൾക്കാർ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. അവിടെ മണ്ണിനടിയിൽ പൂണ്ട നിലയിൽ ഈ മൃതശരീരങ്ങളുണ്ട് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഈ മരണസംഖ്യ ഓരോ മിനിറ്റിലും ഉയരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 254 എന്ന് പറയുമ്പോൾ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി അനുബന്ധമായി പറയേണ്ടിയിരിക്കുന്നു. ഹാഷ്മി, എന്തായാലും ഫയർഫോഴ്സ് ആ ദൗത്യ സംഘം നേരത്തെ ശ്രീകാന്തിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു LP സ്കൂളിൻ്റെ താഴെ 2 മൃതദേഹങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. വേറൊരു വീടിനകത്ത് ഒരു മൃതദേഹ ഭാഗം കണ്ടു, അതിനെ പുറത്തേക്കെടുക്കാൻ റെസ്ക്യൂൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. വേറൊരു പള്ളിക്കകത്ത് ഒരു മൃതദേഹ ഭാഗത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മുണ്ടക്കൈയിൽ പല ഭാഗത്തായി ഇപ്പോഴും പുറത്തെടുക്കാത്ത മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. നേരിട്ട് അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ ദൗത്യസംഘത്തലവൻ തന്നെയാണ്. അപ്പോൾ ഈ 254 എന്ന് പറയുന്ന മരണസംഖ്യ അതിൽ നിന്ന് മുകളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൗർഭാഗ്യവശാൽ എന്നാണ് അത് പറയേണ്ടത്. 254 മരണം എന്ന് പറയുന്നു അങ്ങേയറ്റത്തെ വലിയ കണക്കാണ്. അത് 254 ജീവിതങ്ങളാണ്, 254 സ്വപ്നങ്ങളും, 254 എല്ലാമാണ്. ഇത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട 254 പേർ ഒരു ഉരുൾപൊട്ടലിൽപ്പെട്ട് മരിക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ മൃതദേഹങ്ങൾ കണ്ട് മരവിച്ച മനസ്സുള്ളവരായി മാറുന്നുണ്ട്. ആ മരവിപ്പ് എന്തായാലും രക്ഷാദൗത്യത്തെ ബാധിക്കാൻ പാടില്ല, അത് ബാധിക്കുന്നുമില്ല. രാവിലെ മുതൽ തന്നെ ഓരോ മിനിറ്റും ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ സമയം വരെയും ആ രക്ഷാദൗത്യം ശക്തമായി തന്നെ മുന്നോട്ട് പോകും നമ്മൾ കണ്ടു. അതിലേറ്റവും ഈ പറയുന്ന മരവിപ്പുകൾക്കിടയിൽ, ഈ പറയുന്ന അങ്ങേയറ്റത്തെ പകപ്പുകൾക്കും സങ്കടങ്ങൾക്കുമിടയിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച, അവിടെ മുണ്ടക്കൈയിൽ ആ ട്രീവാലി റിസോർട്ടിൽ കുടുങ്ങിയിരുന്ന ആളുകളെ പാറകൾക്കിടയിലൂടെ, മുട്ടറ്റം താന്നു പോകുന്ന ചെളിക്കിടയിലൂടെ നമ്മുടെ ഫയർഫോഴ്സ് അംഗങ്ങൾ ഓരോരുത്തരെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ 3 വയസ്സും 5 വയസ്സുമുള്ള കുഞ്ഞുങ്ങളടക്കം, ചെറിയ പ്രായമുള്ള കുട്ടികളടക്കം അവർ മരണമുഖത്തുനിന്നും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രക്ഷാപ്രവർത്തകരുടെ തോളത്തും അങ്ങനെ എടുത്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ആ കാഴ്ച മാത്രമാണ് ഇന്നത്തെ ഏതെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ കാഴ്ച. ബാക്കി കണ്ട കാഴ്ചകൾ അത്രയും വലിയ ഹൃദയവേദന നൽകുന്ന കാഴ്ചയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുപാട് പേരുണ്ട്.
ആ ക്യാമ്പുകളിലുള്ളവരുടെ കാര്യമൊന്ന് ആലോചിക്കണം. ആ ക്യാമ്പുകളിലുള്ള ഭൂരിപക്ഷം പേരുടെയും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്നു, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, ജീവിതോപാധികൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ അങ്ങ് വേദനയുടെ പരമാവധി, വേദനയുടെ അങ്ങേ അറ്റത്തിൽ കഴിയുന്നവരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ. ഞാൻ ഈ പറഞ്ഞ ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് കണ്ട ദൃശ്യങ്ങൾ. ഇതാണ് ഈ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു ഇന്നത്തെ ഒരു ആശ്വാസ ദൃശ്യം. ഇതിൽ ഒരു കുഞ്ഞിനെ, ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. വലിയ പ്രായമുള്ളവരെ, നേരത്തെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന, ആ പെൺകുട്ടിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് അവിടുന്ന് രക്ഷാപ്രവർത്തകർ അക്ഷരത്തിൽ എടുത്തുകൊണ്ട് തന്നെ വന്നത്. പ്രായമുള്ളവരെ, അമ്മമാരെ ഒക്കെ, ദുർബലരായ ആരോഗ്യസ്ഥിതിയുള്ളവരെയൊക്കെ തോളത്തേറ്റിയും അല്ലാതെ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയായിരുന്നു, മരണമുഖത്ത് ജീവിതത്തിലേക്കുള്ള യാത്ര. അത് ഈ ദുരന്ത പെയ്ത്തിനിടയിലും അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകിയ ഒരു കാഴ്ചയായിരുന്നു അത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ബ്രിഡ്ജിംഗ് നിർമ്മാണ സാമഗ്രികൾ വരുന്നതനുസരിച്ച് 190 അടി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ആർമി അറിയിക്കുകയാണ്. ഈ സാമഗ്രികൾ വരാൻ ഈ മഴ ഒരു തടസ്സമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കണ്ണൂരിൽ ഇറങ്ങിയ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ എത്തിയില്ല എന്നൊരു പ്രശ്നമുണ്ടായി. എന്തായാലും എത്രയും പെട്ടെന്ന് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവണം. ഏറ്റവും ഒടുവിലെ മരണമാണ് നേരത്തെ പറഞ്ഞു 254. അതിൽ മേപ്പാടി CHCയിൽ 117 മൃതദേഹങ്ങളാണ്. മുണ്ടക്കയിൽ ഇന്ന് കണ്ടെടുത്ത 24 മൃതദേഹങ്ങളാണ്. നിലമ്പൂരിൽ 99, വിംസിൽ 12 മൃതദേഹങ്ങൾ, ബത്തേരി ആശുപത്രിയിൽ 1, വൈത്തിരി ആശുപത്രിയിൽ 1. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാർ പുഴയിലാണെന്ന് പറയേണ്ടി വരും. നിലമ്പൂരിൽ 99 മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ, നിലമ്പൂരിൽ 100-നടുത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ, ചാലിയാർ പുഴയിൽ ഇനിയും അവിടെ പരിശോധന, ഇപ്പോൾ സൂചിപ്പാറ മേഖലയിലേക്ക് ഉള്ള വനമേഖലയിൽ പരിശോധന നടത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ എർത്ത് അത് കണ്ടവർക്ക്, അതിൻ്റെ ആ മേഖല കണ്ടവർക്കറിയാം. അത് ഒരുപാട് മുകളിൽ നിന്ന് ഇത് പൊട്ടി ഒഴുകി അതിൻ്റെ സർവ്വസംഹാര ശക്തിയിൽ ചൂരൽമലയിലേക്ക് വന്ന് ഹിറ്റ് ചെയ്ത് ചൂരൽമല ഏതാണ്ട് മൊത്തത്തിൽ തന്നെ നശിപ്പിച്ച് വാഷ്ഡ് ഓഫ് ആക്കി. 10 കുറേയധികം വീടുകൾ അവിടെയുണ്ട്. ആ വീടുകളെ മൊത്തം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇനി അവിടെ പരമാവധി 500 ചില്ലുവാനും വീടുകളിൽ ഇനി അവിടെ പരമാവധി 30-25 വീടുകൾ മാത്രമുള്ളെന്ന് അവിടുത്തെ പഞ്ചായത്ത് അംഗം അടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം വീടുകളെ മൊത്തം എടുത്തുകൊണ്ട് ആ സെന്റിനൽ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഇങ്ങോട്ടേക്ക് വന്ന് ചൂരൽമല മേഖലയിലേക്ക് വന്ന് ചൂരൽമലയിലും ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി നാശനഷ്ടം ഉണ്ടാക്കി ചൂരൽമലയുടെ ടൗൺ അടക്കം ഒരു ഭാഗം മൊത്തം എടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഈ ഉരുൾപൊട്ടി ഒഴുകി വന്ന ഈ